വശ്യമായ കണ്ണുകളും ആരെയും ആകർഷിക്കുന്ന ശരീരവടിവും. 10 വർഷത്തിനുള്ളിൽ 500-ലധികം സിനിമകളിൽ പല വേഷങ്ങൾ. ഒരു കാലത്ത് സൗത്ത് ഇന്ത്യൻ സിനിമകളിലെ സെൻസേഷണൽ തരംഗമായിരുന്നു സിൽക്ക് സ്മിത. ഒരൽപ്പം മോഡേൺ ആയി വസ്ത്രം ധരിച്ചാൽ, ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ സമൂഹത്തിൽ വിലയിരുത്തപ്പെടുന്ന കാലത്തിൽ നിന്നും ഒരുപാട് വിദൂരമല്ല നമ്മൾ ഇപ്പോഴും. കാലം എത്ര പുരോഗമിച്ചിട്ടും എത്രയൊക്കെ സ്ത്രീ ശാക്തീകരണം കൈവരിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ചില കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടില്ല. പുരുഷ മേൽക്കോയ്മയുടെ കണ്ണുകളിൽ തന്നെയാണ് ഇപ്പോഴും ഓരോ സ്ത്രീയും, കൊച്ചു കുട്ടികളടക്കം വീക്ഷിക്കപ്പെടുന്നത്. ഇത്രയും പോലും പുരോഗമനം എത്തി നോക്കാത്ത ഒരു കാലത്താണ് സിൽക്ക് സ്മിതയെ പോലെ ഒരാൾ ഇത്രയധികം പ്രോഗ്രസീവായി ഈ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്തത്. സിനിമയെ അത്രയധികം സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീയെ സിനിമാ ലോകം ചൂഷണം ചെയ്തതിന് ഇപ്പോഴും കണക്കുകളില്ല എന്നതാണ് സത്യം. ഇന്നും പുനർവായിക്കപ്പെടുന്ന അല്ലെങ്കിൽ വായിക്കപ്പെടേണ്ട ഒരു ജീവിതം. സിൽക്ക് സ്മിത മരിച്ചിട്ട് ഇന്നേക്ക് 28 വർഷം. ഒരു കാലത്ത് സൗത്ത് ഇന്ത്യൻ സിനിമകളിലെ ഗ്ലാമർ താരമായിരുന്നു സിൽക്ക് സ്മിത. വശ്യമായ കണ്ണുകളും ആരെയും ആകർഷിക്കുന്ന ശരീരവടിവുകളും അവർക്ക് മുന്നിൽ തുറന്നു നൽകിയത് സിനിമയിലെ തന്നെ മറ്റൊരു ലോകമായിരുന്നു. ഒരു സമയത്ത് സിൽക്ക് സ്മിതയുടെ ഡാൻസ് ഇല്ലാത്ത ഒരു സിനിമ പോലും തിയേറ്ററുകളിൽ എത്തുന്നില്ല എന്ന ട്രെൻഡ് പോലും ഉണ്ടായിരുന്നു. മലയാള സിനിമയുടെ സെക്സ് ബോംഷെൽ എന്നറിയപ്പെട്ടിരുന്ന സിൽക്ക് സ്മിത പിൽക്കാലത്ത് ഒരു പ്രത്യേക സ്ഥാനം തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ നേടിയെടുത്തിരുന്നു. എന്നാൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ യുവാക്കളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സിനിമ ഉപയോഗിച്ച ഒരു പ്രോപ്പർട്ടി മാത്രമായിരുന്നു സിൽക്ക് സ്മിത എന്ന് പോലും തോന്നുന്നതിൽ തെറ്റില്ല. സത്യത്തിൽ ആരായിരുന്നു സിൽക്ക് സ്മിത? എന്താണ് അവർക്ക് സംഭവിച്ചത്? ആന്ധ്രാപ്രദേശിലെ എലൂർ എന്ന ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി. വിജയലക്ഷ്മി എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര്. തന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് 4ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചു. കൗമാരത്തിൽ തന്നെ വിവാഹവും കഴിഞ്ഞു. എങ്കിലും അവരുടെ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞത് തന്നെയായിരുന്നു. തന്റെ 19ാം വയസ്സിൽ ഇണയെ തേടി എന്ന മലയാള ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം. പിന്നീട് അവർക്ക് മുന്നിൽ തുറന്നത് സിനിമയുടെ മായിക ലോകം. വണ്ടിചക്രം എന്ന തമിഴ് സിനിമയിൽ സിൽക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് സിൽക്ക് സ്മിത എന്ന പേര് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സിൽക്ക് 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 എന്ന സിനിമയിൽ കൂടിയായപ്പോൾ ആ പേരിന് ഇനി മാറ്റമില്ലെന്നായി. ആ പേരിൽ തന്നെ സിനിമയും പ്രേക്ഷകരും അവരെ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അന്നത്തെ സിനിമയുടെ പോസ്റ്ററുകളിൽ പോലും സിൽക്ക് സ്മിതയുടെ ചിത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. എന്തിനേറെ പറയുന്നു, മുൻനിര നായകന്മാരുടെ സിനിമകളുടെ ചിത്രീകരണം പോലും സിൽക്കിന്റെ ഡേറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 10 വർഷത്തിനുള്ളിൽ 500-ലധികം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ. തന്റെ ഡാൻസ് ഇല്ലാതെ സിനിമയില്ലെന്ന ഒരു ട്രെൻഡും അവർ നേടിയെടുത്തെങ്കിലും വ്യക്തിജീവിതം അത്ര സുഖമായിരുന്നില്ല. ശരീര പ്രദർശനം എന്നത് അവരുടെ കുറ്റമായിരുന്നില്ല. അന്നത്തെ കാലത്തെ സിനിമയും പ്രേക്ഷകരും അത് ആവശ്യപ്പെട്ടിരുന്നു. സിനിമ നിർമ്മാണത്തിലേക്ക് കൂടി സ്മിത കടന്നതോടെ തന്റെ ജീവിതം തന്നെ മാറി മറിയുകയാണെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടാകുമോ? ആദ്യത്തെ 2 സിനിമകളും വമ്പൻ പരാജയം. 3ാമത്തെ സിനിമ 20 കോടി രൂപ കടം നേടിക്കൊടുത്ത ഒപ്പം തന്നെ ആ സിനിമ പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ സ്മിത ഒരു യുവ സംവിധായകനുമായി പ്രണയത്തിലായിരുന്നുവെന്നും ആ പ്രണയ തകർച്ച അവരെ നിരാശയിലേക്ക് എടുത്ത് എറിഞ്ഞുവെന്നും റിപ്പോർട്ടുകളിലുണ്ട്. പിന്നീട് എപ്പോഴും സിനിമ എന്ന ആൾക്കൂട്ടത്തിൽ അവർ തനിച്ചായി. മരണം പോലും അവരെ ഒറ്റപ്പെടുത്തിയെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. തന്റെ പഴയകാല ജീവിതവും പട്ടിണിയും തിരികെ വരുമോ എന്ന പേടി കൊണ്ടായിരിക്കാം 36ാം വയസ്സിൽ തന്റെ അപ്പാർട്ട്മെന്റിനുള്ളിൽ ഒരു സാരിയിൽ തൂങ്ങി അവർ ജീവൻ ഒടുക്കി. അവരുടെ മൃതദേഹം കാണാൻ പോലും ആരും എത്തിയില്ല. ഒരു ആരാധകനും സിനിമാ ലോകവും ആ വേർപാടിൽ കണ്ണീരൊഴുക്കിയില്ല. സത്യത്തിൽ എന്തായിരുന്നു ആ ജീവിതത്തിന്റെ അർത്ഥം? ആരാധകരുടെ അനുശോചനങ്ങളോ പുഷ്പചക്രങ്ങളോ അവരെ തേടിയെത്തിയില്ല. മരണത്തിന്റെ അന്നു തന്നെ അവരെ ആരാധകർ മറന്നിരുന്നു. മരണത്തിൽ പോലും ഇത്രയധികം വിവേചനം നേരിട്ട മറ്റൊരു നടിയും സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നും. ഐറ്റം ഡാൻസുകൾ ചെയ്യുന്ന ഒരാൾ എന്നതിനപ്പുറം വിജയലക്ഷ്മി എന്നൊരു അഭിനേത്രി കൂടി അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആരും അത് കണ്ടില്ല, അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചതുമില്ല. ചുരുക്കി പറഞ്ഞാൽ സിനിമാ ലോകം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വലിച്ചെറിഞ്ഞ ഒരു മെറ്റീരിയൽ. ഒരു പക്ഷേ ഇന്നവർ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് നേരിട്ട ഒരുപാട് അനുഭവങ്ങൾ തുറന്നു പറഞ്ഞേനെ.
മലയാള സിനിമാ രംഗത്തെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചു കുലുക്കിയതിനേക്കാൾ ശക്തിയിൽ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിതയ്ക്ക് കഴിഞ്ഞേനെ. ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ ജീവിതം മടുത്തിട്ടോ ആയിരിക്കില്ല അവർ ജീവൻ ഒടുക്കാൻ തീരുമാനമെടുത്തത്. ചിലപ്പോൾ ഒറ്റപ്പെടലുകളെ ഭയന്നിട്ടായിരിക്കാം. ആർക്കും ആരോടും കമ്മിറ്റ്മെന്റുകളോ ആത്മാർത്ഥതയോ ഇല്ലാത്ത സിനിമാ ലോകത്ത് ഇങ്ങനെയും ചിലർ ജീവിച്ച് ഉപയോഗിക്കപ്പെട്ട് മരിച്ചിട്ടുണ്ടെന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം.